ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നമ്മൾ ഏതാ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? റോൾ ഓഫ് ദ ഗവൺമെൻറ് ഇൻ ഹെൽത്ത്, സിവിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ. അപ്പോൾ അതിൽ നമ്മൾ ഹെൽത്തിനെ പറ്റി എന്താണെന്ന് പറഞ്ഞു, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് പറഞ്ഞു, ഹെൽത്ത് കെയർ സർവീസസ് രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞു, പബ്ലിക് ആൻഡ് പ്രൈവറ്റ്. അതിൽ പബ്ലിക് ഹെൽത്ത് സർവീസസ് ആണ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗവൺമെൻറ് എന്ന് പറഞ്ഞു. പ്രൈവറ്റ് ഹെൽത്ത് സർവീസ് അവരുടേതായ സൗകര്യങ്ങൾക്ക്, അവരുടെ ഉന്നതിക്ക് വേണ്ടിയിട്ട് അവർക്ക് കാശുണ്ടാക്കാനുമായിട്ടാണ് അത് നടത്തണത് എന്നും പറഞ്ഞു അല്ലേ. പിന്നെ എന്താ നമ്മൾ പഠിച്ചത്? വില്ലേജിലുള്ള ഹെൽത്ത് സെൻറ്റേഴ്സിൽ ആരൊക്കെ ഉണ്ടാവും? നേഴ്സ് ഉണ്ടാവും. പിന്നെ അവർ ട്രെയിൻ ചെയ്തായിരിക്കും. അവർക്ക് സാധാരണ ഏതൊരു ഇൽനെസ് വന്നാലും അത് ട്രീറ്റ് ചെയ്യാനുള്ള മെഡിസിനൊക്കെ ട്രെയിനിങ് കൊടുത്ത നേഴ്സുമാരായിരിക്കും ഉണ്ടാവുക. അവർ അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ഏതാണ്? പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിൻ്റെ ഡോക്ടേഴ്സിൻ്റെ സൂപ്പർവിഷനിലാവും. അതിൻ്റെ ഷോർട്ട് ഫോമാണ് PHC, പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൻ്റെ. പിന്നെന്താ പഠിച്ചത് നമ്മൾ? ഫങ്ഷൻസ് ഓഫ് പബ്ലിക് ഹെൽത്ത് സർവീസ് പഠിച്ചു അല്ലേ. ക്വാളിറ്റി ഹെൽത്ത് ടു ഓൾ ദ സിറ്റിസൺസ് ഐദർ ഫ്രീ ഓർ അറ്റ് എ ലോ കോസ്റ്റ്. പിന്നെന്താണ്? സ്പ്രെഡ് ഡിസീസസ് സ്പ്രെഡ് ചെയ്യണത് പ്രിവെൻറ്റ് ചെയ്യുക. അതായത് TB, മലേറിയ, ജോണ്ടീസ്, കോളറ, ഡയേറിയ, ചിക്കുൻഗുനിയ എക്സെട്ര അല്ലേ. പിന്നെന്താണ്? നമ്മൾ എന്തുകൊണ്ടാണ് ഹെൽത്ത് സർവീസിനെ പബ്ലിക് എന്ന് പറയണത് എന്നും പഠിച്ചു. ബിക്കോസ് അതിൻ്റെ മെയിൻ ഇൻറ്റൻഷൻ എന്താണ്? ഫുൾഫിൽ ദ കമ്മിറ്റ്മെൻറ്റ് ഓഫ് പ്രൊവൈഡിങ് ഹെൽത്ത് കെയർ, പ്രോപ്പർ ഹെൽത്ത് കെയർ ടു ഓൾ സിറ്റിസൺസ്. പിന്നെ എന്താണ് രണ്ടാമത്തെ പോയിൻ്റ്? ഇതിനുള്ള റിസോഴ്സസ് ഒക്കെ നമ്മൾ കൊടുക്കുന്ന ടാക്സസ് എന്നാണ് ഗവൺമെൻറ് എടുക്കുന്നത് ഓരോ സർവീസിനും. മനസ്സിലായി? ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് ഈ പറയുന്നത്? നമ്മുടെ ഹെൽത്തിനെ സർവീസ് ചെയ്യണതിന് കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് പറയണത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ദ പ്രൈമറി ഡ്യൂട്ടി ഓഫ് ദ ഗവൺമെൻറ് ടു എൻഷുർ ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രൈമറി ഡ്യൂട്ടിയാണ് ജനങ്ങളുടെ വെൽഫെയർ. ഓക്കെ. സെക്കൻഡ് പോയിൻ്റ് എന്താ? ഇറ്റ് മസ്റ്റ് സേഫ് ഗാർഡ് ദ റൈറ്റ് ടു ലൈഫ് ഓഫ് എവരി പേഴ്സൺ. എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ. തേർഡ് പോയിൻ്റ് എന്താ? ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ഗവൺമെൻറ് to provide the necessary health services including treatment in emergency situations. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ് ഒരാൾക്ക് വേണ്ട വിധത്തിലുള്ള ഹെൽത്ത് സർവീസ് കൊടുക്കുക. അതിൽ എമർജൻസി സിറ്റുവേഷൻസിൽ അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് വരെ സ്റ്റാർട്ട് ചെയ്യാൻ ഗവൺമെൻറ് ബാധ്യസ്ഥരാണ് എന്നാണ് പറയണത്. ഓക്കെ. പിന്നെ വേറെ പോയിൻ്റ് എന്താ? ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സ്റ്റാഫ് മസ്റ്റ് ഫുൾഫിൽ their duty of providing the necessary treatment. അപ്പോൾ ഹോസ്പിറ്റലുകാരും അവിടുത്തെ മെഡിക്കൽ സ്റ്റാഫും ഇവരുടെ ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് തന്നെ നടത്തണം. അതാണ് അവരുടെ ഡ്യൂട്ടി. ആൾക്കാർക്ക് വേണ്ട വിധം പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നതാണ് അവരുടെ ഡ്യൂട്ടി. ഓക്കെ. ഇനി പ്രൈവറ്റ് ഹെൽത്ത് ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എന്താണ്? A wide range of private hospitals exist in our country. നമ്മുടെ രാജ്യത്ത് മുക്കിലും മൂലയിലും പ്രൈവറ്റ് ഹെൽത്ത് സെൻറ്റേഴ്സ് ഹോസ്പിറ്റൽസ് തുടങ്ങിയിട്ടുണ്ട് അല്ലേ. പിന്നെയോ എ ലാർജ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് റൺ ദെയർ ഓൺ പ്രൈവറ്റ് ക്ലിനിക്. ഒരുപാട് ഡോക്ടർമാർ അവരുടേതായ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു പ്രൈവറ്റ് ക്ലിനിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെയോ there are hospitals and nursing homes that are privately owned. അപ്പോൾ ഹോസ്പിറ്റൽസും ഉണ്ട്, നഴ്സിംഗ് ഹോംസും ഉണ്ട്, ചിലവർ സ്വന്തമായി നടത്തുന്ന സ്ഥാപനങ്ങളും ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്, പ്രൈവറ്റ് ലാബ്സ് ദാറ്റ് ഡു ടെസ്റ്റ് ആൻഡ് ഓഫർ സ്പെഷ്യൽ ഫെസിലിറ്റീസ് എക്സെട്ര. അപ്പോൾ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകാരും ലാബുകാരും കൂടി ടൈപ്പ് ചെയ്തിട്ട് അവർ സ്പെഷ്യൽ ഫെസിലിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യും. അതൊക്കെ അവരുടെ ഉയർച്ചയ്ക്കാണ് ആ പൈസയൊക്കെ അവർ വാങ്ങുന്നത് എന്നാണ് പറയണത്. നെക്സ്റ്റ് പോയിന്റ്,
ദീസ് ആർ നോട്ട് ഓൺഡ് ഓർ കൺട്രോൾഡ് ബൈ ദ ഗവൺമെൻറ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദീസ് ആർ നോട്ട് ഓൺഡ് ഓർ കൺട്രോൾഡ് ബൈ ദ ഗവൺമെൻറ്. ഇതിൽ ഗവൺമെൻറ്റിന് യാതൊരു പങ്കുമില്ല. മനസ്സിലായോ? അതിൽ എന്ത് സംഭവിച്ചാലും, പ്രൈവറ്റിൽ എന്ത് സംഭവിച്ചാലും അത് ആ ആൾക്കാരും ആ ഹോസ്പിറ്റൽ അധികൃതരും തമ്മിലുള്ള ഇതാണ്. അതിൽ ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാനില്ല എന്നാണ് പറയണത്. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, പേഷ്യൻസ് ഹാവ് ടു പേ എ ലോട്ട് ഓഫ് മണി ഫോർ എവറി സർവീസ് ദാറ്റ് ദേ യൂസ്. പിന്നെ എന്താണ്, പേഷ്യൻസിന് എന്താണ്, ഒരുപാട് പൈസ ചിലവാകും ഇങ്ങനെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ എന്നാണ് പറയണത്. ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത പോയിന്റ് നമ്മൾ പറഞ്ഞു എല്ലാ സിറ്റിസണിനും ഹെൽത്ത് വെൽഫെയർ ഓഫ് ദ സിറ്റിസൺസ്, അതാണ് ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു അല്ലേ. ഇനി നോക്കാം നമുക്ക് ഇവരുടെ ഈ ഇത് എത്രത്തോളം ഈക്വലായിട്ട് എല്ലാവർക്കും കിട്ടുന്നുണ്ട്, ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്, കിട്ടുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്ക്. സോ ദാറ്റ് ഈസ് ഹെൽത്ത് കെയർ ആൻഡ് ഈക്വാലിറ്റി. അപ്പോൾ അതേപോലെ ഒരു മെയിൻ റീസൺ എന്താണ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് വരുന്നു, പബ്ലിക് സർവീസസ് ഒന്നുപോലും പുതിയത് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. പിന്നെ അവർ കൂടുതൽ ടൗണിലും സിറ്റീസിലുമാണ് കോൺസെൻട്രേറ്റ് ചെയ്യണത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസുകാർ. അതേസമയം മരുന്നുകളും വില കൂടുതൽ. അപ്പോൾ എല്ലാം കൂടി നോക്കുമ്പോൾ അതിൻ്റെ കോസ്റ്റും ഹൈ ആണ്. അപ്പോൾ കൂടുതൽ ആൾക്കാർക്കും ഇതൊരു എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെയാണ് മെയിൻ റീസൺസ്. ഈക്വലായിട്ട് എല്ലാ സിറ്റിസൺസിനും ഒരേപോലെയുള്ള ഹെൽത്ത് കെയർ കിട്ടാത്തതിൻ്റെ റീസൺസാണ് ഇനി പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, പ്രൈവറ്റ് സർവീസസ് ആർ ഇൻക്രീസിങ് ബട്ട് പബ്ലിക് സർവീസസ് ആർ നോട്ട്. Second point, more concentrated in urban areas. Third point, medicines are expensive. Fourth point, cost is very high. Fifth point, majority people cannot afford this expenditure. പിന്നെയോ, encourage incorrect practices to earn more. പിന്നെ അവർ വേറെ ഓരോ മൾപ്രാക്ടീസസ് ഒക്കെ നടത്തുന്നു ഹോസ്പിറ്റൽസിലൊക്കെ. പിന്നെന്താ നെക്സ്റ്റ് പോയിന്റ്, ഓൺലി 20% ഓഫ് പോപ്പുലേഷൻ ക്യാൻ അഫോർഡ് ഇറ്റ്. 40% ഓഫ് പീപ്പിൾ ഹാവ് ടു ബോറോ മണി ഓർ സെൽ ദെയർ പ്രോപ്പർട്ടീസ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ്. കണ്ടോ, സാധാരണ ആൾക്കാരുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. അവരപ്പോൾ ഒന്നുമില്ലെങ്കിൽ പൈസ കടം വാങ്ങണം, അല്ലെങ്കിൽ അവരുടെ പ്രോപ്പർട്ടി വിൽക്കണം. അങ്ങനെ ഒരു അവസ്ഥയിൽ അവർക്ക് ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആവുള്ളൂ. അപ്പോൾ എവിടെയാണ് അതിൽ ഈക്വാലിറ്റി വരുന്നത്? എല്ലാവർക്കും ഒരുപോലെ ലഭ്യമല്ല. ഇനി അടുത്തത്, നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഹെൽത്തിന് വെറുതെ മെഡിസിൻസും, ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അസുഖങ്ങളും ആക്സിഡൻസും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസീസസ് വരുന്നത് ഒന്നുമല്ല ഹെൽത്ത്. അത് മാത്രം ഹോസ്പിറ്റൽസും ഇതും അസുഖവുമായിട്ട് മാത്രം കണക്ട് ചെയ്യുന്നതല്ല ഹെൽത്ത് എന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ എന്തൊക്കെയാണ് ഹെൽത്തിനെ സംബന്ധിക്കുന്ന വേറെയുള്ള കാര്യങ്ങൾ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നമ്മൾ നേരത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ, ഒരാൾക്ക് ജീവിക്കാൻ അത്യാവശ്യം വേണ്ട ചില കാര്യങ്ങളുണ്ട്. നല്ല വൃത്തിയുള്ള വെള്ളം അല്ലേ, പിന്നെയോ കുടിക്കാൻ നല്ല വൃത്തിയുള്ള വെള്ളം വേണം, പിന്നെ കഴിക്കാൻ ആവശ്യത്തിന് ഭക്ഷണം വേണം, പിന്നെയോ ശ്വസിക്കാൻ നല്ല വായു കിട്ടണം, പിന്നെ എല്ലാത്തിലും ഉപരി അവർ ജീവിക്കുന്ന ചുറ്റുപാട് വളരെ വൃത്തിയുള്ളതാവണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവിടുത്തെ ആൾക്കാർക്ക് ഹെൽത്ത് ഉണ്ടാവും, അവർ ഹെൽത്തി ആയിരിക്കും, ആരോഗ്യവാന്മാരായിരിക്കും. പക്ഷേ ഇതൊന്നും ഇല്ലാതെയുള്ള സ്ലം ഏരിയാസിലൊക്കെ ഉള്ളവരെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നും ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഒന്നും അവൈലബിൾ അല്ല, ഒന്നും ഗവൺമെൻറ് കൊടുക്കുന്നുമില്ല. മനസ്സിലാവുണ്ടോ? അപ്പം അങ്ങനെയുള്ള ഏരിയാസിലുള്ള ആൾക്കാർക്ക് അസുഖങ്ങൾ കൂടുതൽ ഉണ്ടാവാനുള്ള കാരണങ്ങളിൽ ഒന്നാണ്. അപ്പം അവർക്ക് എന്താണെന്ന് വെച്ചാൽ അത്രയും പൈസ ഇല്ല ചിലവാക്കാൻ.
അപ്പോൾ അവർക്ക് പ്രോപ്പർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ എന്താവും? പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീകൾക്ക്, ഒരു വീട്ടിലെ സ്ത്രീകൾക്ക് ഏതൊരു വീട് എടുക്കുകയാണെങ്കിലും ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, റിലീജിയൻ, ഓക്കെ, ഏതൊരു വീട്ടിലത്തെ കാര്യം എടുക്കുകയാണെങ്കിലും അവിടുത്തെ സ്ത്രീകളുടെ ആരോഗ്യത്തെ പറ്റിയിട്ട് ആരും അത്ര ശ്രദ്ധിക്കാറില്ല. വെൻ ഇറ്റ് ഈസ് കമ്പയർഡ് ടു മാൻ. ആണുങ്ങളുടെ, ഒരു വീട്ടിലത്തെ ആണുങ്ങളുടെ ആരോഗ്യത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അപ്പം സ്ത്രീകളുടെ ആരോഗ്യം ഒന്നും പുറത്തറിയില്ല. അവർക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടോ ഇല്ല ഒന്നും അവർ ചെക്കപ്പിനൊന്നും പോലും, അവർ തന്നെ മരുന്ന് കഴിച്ച് അവരവിടുത്തെ പണിയും ചെയ്ത് മിണ്ടാതിരിക്കും. മനസ്സിലായോ? അപ്പോൾ അതൊരു റീസണാണ് എന്ന് പറയണം. അപ്പം നമുക്ക് ആദ്യം ബേസിക് നെസസിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ബേസിക് നെസസിറ്റീസ്, അതിൽ ആദ്യം പറയുന്നത് എന്താ? പുവർ പീപ്പിൾ ആർ അണ്ടർ നറിഷ്ഡ്. അവർക്ക് പോഷകാഹാരം ലഭ്യമല്ല. നൗ they are not eating inadequate quantity of food. അവരവരുടെ ശരീരത്തിന് വേണ്ട ഭക്ഷണം കഴിക്കാൻ പറ്റാറില്ല. They do not have proper housing, drinking water, clean surroundings, etc. Such people more likely to fall ill. Such people are more likely to fall ill. അപ്പം അങ്ങനെയുള്ളവർക്ക് വേഗം അസുഖം വരാം. which makes their situation even worse. അല്ലേ? even worse. അപ്പം അങ്ങനെയുള്ളവരുടെ ആ സമയത്ത് അവർക്ക് സാമ്പത്തികമായിട്ട് പെട്ടെന്ന് ബുദ്ധിമുട്ട് വരും. Due to lack of money, they don't get proper medical treatment. മനസ്സിലായോ? പൈസ കൊടുക്കാനില്ലാത്തതുകൊണ്ട് അവർക്ക് ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് കിട്ടുകയില്ല. പിന്നെയോ, വുമൻസ് ഹെൽത്ത് ആർ കൺസിഡേർഡ് ടു ബി ലെസ് ഇമ്പോർട്ടൻറ്റ് ദാൻ ദ ഹെൽത്ത് ഓഫ് മെൻ ഇൻ ദ ഫാമിലി. നേരത്തെ പറഞ്ഞ പോയിന്റ്. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, ഫ്യൂ ഹെൽത്ത് സെൻറ്റേഴ്സ് ഇൻ ട്രൈബൽ ഏരിയാസ് വിച്ച് ഡു നോട്ട് റൺ പ്രോപ്പർലി. ഹെൽത്ത് സെൻറ്റർ ഇല്ലാത്ത കുറവല്ല, ആ ഉള്ളത് പ്രോപ്പറായിട്ട് നടത്താൻ ഇവിടെ ആർക്കും ഒരു ഒഴിവില്ല എന്നാണ് പറയണത്. ഓക്കെ. ഇനി അടുത്തത് വന്നിട്ട് എന്താണ്, എങ്ങനെ നമുക്ക് ഈ സിറ്റുവേഷൻ ഇംപ്രൂവ് ചെയ്യാം? ഹൗ വി ക്യാൻ ഇംപ്രൂവ് ദ ഹെൽത്ത് സിറ്റുവേഷൻ. അതാണ് അടുത്ത പോയിന്റ്. ഇംപ്രൂവ് ഹെൽത്ത് സിറ്റുവേഷൻ. ആദ്യം എന്താ? റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഗവൺമെൻറ് ടു പ്രൊവൈഡ് ക്വാളിറ്റി ഹെൽത്ത് കെയർ സർവീസസ് ടു ഓൾ ഇറ്റ്സ് സിറ്റിസൺസ്. എല്ലാവർക്കും നല്ലൊരു ഹെൽത്ത് കെയർ സർവീസ് കൊടുക്കാൻ ഗവൺമെൻറ് ബാധ്യസ്ഥരാണ്. സെക്കൻഡ് പോയിന്റ്, ഇമ്പോർട്ടൻറ്റ് ടു വർക്ക് ഓൺ ബോത്ത് ബേസിക് കമ്മ്യൂണിറ്റീസ് ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ് ഓഫ് ദ പീപ്പിൾ ബിക്കോസ് ദ ഹെൽത്ത് ഈസ് കോറിലേറ്റഡ് വിത്ത് ഓൾ ദീസ് തിങ്സ്. അല്ലേ? അവരുടെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളും അവരുടെ സോഷ്യൽ കണ്ടീഷനും നന്നാക്കേണ്ട ചുമതലയും ഗവൺമെൻറ്റിനാണ്. കാരണം ഇത് രണ്ടും ഹെൽത്തായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട്. ഓക്കെ. ഇനി ഇവിടെ അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ കേരള എക്സ്പീരിയൻസ് എന്താ നോക്കാൻ പറഞ്ഞത്. കേരളത്തിൽ അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ. 40% of the state budget was given to panchayats to plan and provide their requirements. അവരെന്താ ചെയ്തിരിക്കുന്നത്? ബഡ്ജറ്റിൻ്റെ 40% എന്തിനായിട്ട്? പഞ്ചായത്തിന് കൊടുത്തിട്ട് അവിടെ അവർ അതിന് വേണ്ട എന്തൊക്കെയാണ് ഹെൽത്തിന് വേണ്ട കാര്യങ്ങളും അതിനെ പറ്റിയിട്ടൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. നെക്സ്റ്റ്, പ്രോപ്പർ പ്ലാനിങ് വാസ് ഡൺ ഫോർ വാട്ടർ, ഫുഡ്, വുമൻസ് ഡെവലപ്മെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ. പിന്നെ എന്തായി? അവരെ വെള്ളം, പ്രോപ്പറായിട്ട് വെള്ളം, ഭക്ഷണം, പിന്നെ സ്ത്രീകളുടെ ഉന്നമനം, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, ഇതിനൊക്കെ ആയിട്ട് അവർ പ്രോപ്പർ പ്ലാനിങ് നടത്തി. ആൻഡ് ദ ലാസ്റ്റ്, ഹെൽത്ത് സെൻറ്റേഴ്സ് വെയർ ഓൾസോ ഇംപ്രൂവ്ഡ്. അപ്പോൾ അവിടെയുള്ള ഹെൽത്ത് സെൻറ്റേഴ്സൊക്കെ അവർ സ്വാഭാവികമായിട്ടും അത് ഇംപ്രൂവ് ചെയ്യാനായി കുറച്ചും കൂടി ഡെവലപ്ഡ് ആക്കി, അതിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് അതും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് ആൾക്കാരുടെ ഓരോ ടെസ്റ്റൊക്കെ ഈസിയായി. ഇനി ഏറ്റവും അടുത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ദ കോസ്റ്ററിക്കൻ അപ്രോച്ച്. എന്താണ് ഈ കോസ്റ്ററിക്കൻ അപ്രോച്ച് എന്നത്? കോസ്റ്ററിക്ക എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ പേരാണ്. അത് ആ കൺട്രി സൗത്ത് അമേരിക്കയിലാണ് ഉള്ളത്.
അപ്പോൾ ആ കൺട്രി, കോസ്റ്ററിക്ക എന്ന് പറയുന്ന കൺട്രിയാണ് ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും ഹെൽത്തിയസ്റ്റ് കൺട്രി ആണ് എന്ന് പറയുന്നത്. അവിടെയുള്ള ആൾക്കാരുടെ ഹെൽത്തൊക്കെ വളരെ നല്ല രീതിക്കാണ് അവിടുത്തെ ഗവൺമെൻറ് ശ്രദ്ധിക്കണത്. അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി അവിടുത്തെ ആൾക്കാരുടെ ആരോഗ്യത്തെ പറ്റിയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ വിശ്വസിക്കുന്നത്, അവിടുത്തെ ഗവൺമെൻറ് വിശ്വസിക്കുന്നത്, ആൾക്കാരുടെ ഒരു കൺട്രി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആദ്യം അവിടുത്തെ ആൾക്കാർ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ് അവർ വിശ്വസിക്കണത്. ഓക്കെ, അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഗവൺമെൻറ് അവരുടെ കൺട്രിയിൽ ആർമീനെ വേണ്ടാന്ന് വെച്ചു. ഓക്കെ, ആർമി വേണ്ട ഞങ്ങൾക്ക്. അതിന് പകരം അപ്പം ഈ ആർമിക്ക് യൂസ് ചെയ്യേണ്ട സ്പെൻഡ് ചെയ്യേണ്ട അത്രയും എമൗണ്ട് അവർ ഹെൽത്തിൻ്റെ, ആൾക്കാരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ആ പൈസ ഇങ്ങോട്ടേക്ക് ഇറക്കി. അപ്പോൾ ഇറക്കിയപ്പോൾ എന്തായി, അവിടുത്തെ ആൾക്കാർക്കൊക്കെ നല്ല സർവീസ് കിട്ടാൻ തുടങ്ങി, നല്ല ഭക്ഷണം, നല്ല വെള്ളം, അപ്പോൾ നല്ല പോഷകാഹാരം, പിന്നെ അവരൊക്കെ നല്ല ഹൗസിങ് ഫെസിലിറ്റീസ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തപ്പോൾ എന്തായി, സ്വാഭാവികമായിട്ടും അവിടുത്തെ ആൾക്കാരുടെ നിലവാരം നല്ലോണം മെച്ചപ്പെട്ടു. അവർ നല്ല ഫുഡൊക്കെ കഴിച്ച് അവർ ഹെൽത്തി ആവാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിസിഷൻ എടുത്തതിനെയാണ് നമ്മൾ കോസ്റ്ററിക്കൻ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പോയിന്റ്സ് നോക്കാം. ദ കോസ്റ്ററിക്കൻ അപ്രോച്ച്. ഫസ്റ്റ് പോയിന്റ്, one of the healthiest countries in South America. Government believes that a country has to be healthy for its development and pays a lot of attention to the health of its people. It provides basic services and amenities to all Costa Ricans. That is, എന്തൊക്കെ അവർ കൊടുക്കുന്നത് നോക്കൂ. സേഫ് ഡ്രിങ്കിങ് വാട്ടർ, സാനിറ്റേഷൻ, ന്യൂട്രീഷൻ, ഹൗസിംഗ്. Now, health education is also considered very important. Government took a very important decision and decided not to have an army. The government spent that money for health education and other basic needs of the people. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക് നീഡ്സ് അത് ശരിയായാൽ തന്നെ പകുതി കാര്യങ്ങൾ ശരിയാവുമെന്നാണ് പറയണത്. സോ ദാറ്റ്സ് ദ എൻഡ് ഓഫ് യുവർ സെക്കൻഡ് ചാപ്റ്റർ സിവിക്സ്. ഓക്കെ, സോ മനസ്സിലായോ എല്ലാവർക്കും? ഹോപ്പ് യു ഓൾ ഹാവ് അണ്ടർസ്റ്റുഡ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ടെക്സ്റ്റ് വായിക്കൂ. താങ്ക് യു ചിൽഡ്രൻ.